നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മിഷൻ 2026 എന്ന വമ്പൻ പദ്ധതിക്ക് തുടക്കമിടാൻ നിയുക്ത ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറായി കഴിഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഓരോ ജില്ലക്കും പ്രത്യേകം പ്ലാൻ ഉണ്ടായിരിക്കും. മുതിർന്നവർക്കൊപ്പം യുവാക്കളെയും ചേർത്തുകൊണ്ട് സംഘടനയിൽ ഉടൻ അഴിച്ചുപണി നടത്താനും ഒരുങ്ങുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നാണ് അറിയുന്നത്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറിനെ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. 5 വർഷം തുടർച്ചയായി കെ സുരേന്ദ്രൻ തുടർന്ന സ്ഥാനത്തേക്കാണ് പുതിയ മുഖമായി മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത്. ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ 2 സെറ്റ് നാമനിർദ്ദേശ പത്രികകൾ നൽകിയിരുന്നു. ബി.ജെ.പി. സംസ്ഥാന നേതാക്കളും കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമടക്കം ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃനിര ഒന്നാകെ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പുവെച്ചു. ബി.ജെ.പി. നേതാക്കളായ കുമ്മനം രാജശേഖരൻ, വി മുരളീധരൻ, പി.കെ. കൃഷ്ണദാസ്, എം.ടി. രമേശ് എന്നിവരും കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും പത്രികാ സമർപ്പണത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. മികച്ച തീരുമാനമെന്നായിരുന്നു ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രൻ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. രാജീവ് ചന്ദ്രശേഖറിന് പാർട്ടിയെ മികച്ച അധ്യക്ഷനാക്കിയ തീരുമാനം ഏകകണ്ഠമാണ് എന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന് അപരിചിതൻ അല്ല എന്നായിരുന്നു എം.ടി. രമേശിന്റെ പ്രതികരണം. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ബി.ജെ.പി. മികച്ച വിജയം നേടുമെന്നും എം.ടി. രമേശ് പറഞ്ഞു. 2 പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ അനുഭവത്തോടെയാണ് രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ അമരത്തേക്ക് വരുന്നത്. മാറുന്ന കാലത്ത് വികസന രാഷ്ട്രീയത്തിന്റെ മുഖമായാണ് ദേശീയ നേതൃത്വം രാജീവിനെ അവതരിപ്പിക്കുന്നത്. 4 വരി സംസാരിച്ചാൽ 4 ആളെ ആകർഷിക്കും വിധം മികച്ച വികസന സങ്കല്പം പറയാൻ മിടുക്കനാണ് രാജീവ് ചന്ദ്രശേഖർ. മറ്റെല്ലാ പേരും മാറ്റിവെച്ചുകൊണ്ട് രാജീവിലേക്ക് പാർട്ടി ദേശീയ നേതൃത്വം എത്തിയതും ഈ കാഴ്ചപ്പാടിനുള്ള മൂല്യം കണക്കാക്കിക്കൊണ്ട് തന്നെയാണ്. ശരാശരി രാഷ്ട്രീയക്കാരനപ്പുറം ആരോപണങ്ങൾക്കും വിശദീകരണങ്ങൾക്കും പവർ പോയിന്റ് പ്രസന്റേഷനാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ശൈലി. കക്ഷി രാഷ്ട്രീയത്തിനും മീതെ മോദിയുടെ ഗ്യാരണ്ടിക്ക് രാജ്യത്ത് കിട്ടുന്ന സ്വീകാര്യതക്ക് ഒരു കേരള മോഡൽ തേടുകയായിരുന്നു പാർട്ടി ദേശീയ നേതൃത്വം. ആ പരീക്ഷണത്തിന്റെ ആദ്യവേദിയായിരുന്നു തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വം. പുതിയ കാലത്തിന്റെ രാഷ്ട്രീയക്കാരനിൽ പുത്തൻ വോട്ടർമാർ ഉൾപ്പെടെ അണിനിരന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടതുമാണ്. പഠിച്ചതും സ്വപ്നം കണ്ടതും പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ലഭിച്ച അവസരങ്ങളാണ് ബി.ജെ.പി. രാഷ്ട്രീയത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് അനുഗ്രഹമായത്. Thank you.